Good morning. Good morning, ma'am. Good morning, ma'am. Good morning, miss. Okay, നമ്മൾ എത്ര വരെയാണ് പറഞ്ഞു നിർത്തിയത്? കോസ്റ്റ് ഇഫക്റ്റീവ്നെസ് വരെയാണോ നമ്മൾ പറഞ്ഞു നിർത്തിയത്? ആറാമത്തെ പോയിന്റ് കോസ്റ്റ് ഇഫക്റ്റീവ്നെസ് എടുക്കണോ? എന്താണ് മനസ്സിലാവുന്നില്ല. എടുത്തു, കോസ്റ്റ് ഇഫക്റ്റീവ്നെസ് എടുത്തു. ഇനി ആറാമത്തെ പോയിന്റ് മുതൽ നമ്മൾ തുടങ്ങണം അല്ലെ. ഇന്റലിജന്റ് അനലറ്റിക്സ് വിത്ത് ഓട്ടോമാറ്റിക്കലി ജനറേറ്റഡ് റിപ്പോർട്ട്സ്. അത് തുടങ്ങിയല്ലേ എടുക്കേണ്ടത്? പിന്നെ ഇത് തുടങ്ങിയെടുക്കേണ്ട? ആറാമത്തെ തുടങ്ങിയാണ് എടുക്കേണ്ടത് അല്ലെ. ഓക്കെ, അല്ല സോറി, ആറാമത്തെ വരെ എടുത്തു നമ്മൾ. ഏഴാമത്തെ പോയിന്റ് തുടങ്ങിയാണ് എടുക്കേണ്ടത് അല്ലെ. സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾ. ഓക്കെ ഓക്കെ, മറ്റു ക്ലാസ്സിലൊക്കെ എടുക്കുന്നത് കൊണ്ട് ഇവിടെ വരെ ആയെന്നൊരു ഡൗട്ട് തോന്നും. ഓക്കെ, നമ്മളിപ്പോ ബെനഫിറ്റ്സ് ആണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഒരു 6 എണ്ണം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബെനഫിറ്റ്സ് ഏതൊക്കെയായിരുന്നു പറയാൻ പറ്റുമോ? ബെനഫിറ്റ്സ് ഫസ്റ്റ് പോയിന്റ് എന്താണ്? ഇംപ്രൂവ്ഡ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ദ പേഷ്യന്റ് ആൻഡ് ദ ഹോസ്പിറ്റൽ. രണ്ടാമത്തെ പോയിന്റ് സെക്യൂർഡ് ഹോസ്പിറ്റൽ ഡാറ്റ. ആൻഡ് തേർഡ് വൺ ഇംപ്രൂവ്ഡ് ആക്സസ് ടു പേഷ്യന്റ് ഡാറ്റ. ഫോർത്ത് വൺ reduced turnaround time. Fifth one cost effectiveness. Sixth one intelligent analytics with automatically generated reports. ഇത്ര വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഇനി സെവൻത് വൺ നോക്കാം. centralized administrative control. Okay, and HMS helps to build a centralized platform for managing activities, allowing hospitals to streamline their administrative process. It ensures consistency beyond the departments. This can enhance efficiency, minimize risk, and better overall patient care. അപ്പൊ എന്താണ് സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾ എന്ന് പറഞ്ഞാല്? ഒരു ഹോസ്പിറ്റലിനെ പ്രധാനപ്പെട്ട അല്ലെ എല്ലാ പ്രവർത്തനങ്ങളും എന്തിനാണ് ഈ ഇങ്ങനെയുള്ള സിസ്റ്റത്തിലൂടെ സിസ്റ്റം ഇന്റഗ്രേറ്റ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. HMS-ലൂടെ എല്ലാ ഫങ്ഷൻസും ഇന്റഗ്രേറ്റ് ചെയ്യുന്നുണ്ട്, സംയോജിപ്പിക്കുന്നുണ്ട് അല്ലെ. ഓരോ ഡിപ്പാർട്ട്മെന്റിനുമുള്ള ആ മൊഡ്യൂൾ, ലബോറട്ടറി ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, അഡ്മിനിസ്ട്രേറ്റീവ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും, ലാബുകള്, ക്ലിനിക്കൽ റിപ്പോർട്ടുകൾ, അങ്ങനെ പല മൊഡ്യൂൾസും നമ്മൾ കണ്ടു അല്ലെ. സപ്ലൈ മാനേജ്മെന്റ് മൊഡ്യൂള്, പേഷ്യന്റ് മാനേജ്മെന്റ് മൊഡ്യൂള്, അങ്ങനെയുള്ള എല്ലാ മൊഡ്യൂളുകളെയും സംയോജിപ്പിക്കുന്നത് എങ്ങനെയാണ്? HMS വഴിയാണ് അല്ലെ. ഓക്കെ, HMS-ലൂടെയാണ് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. ഇനി എങ്ങനെയാണ് നോക്കിയ ഹോസ്പിറ്റലിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് പ്രോസസ്സ് ഇഫക്റ്റീവ് ആക്കാനായിട്ട് സാധിക്കുന്നുണ്ട് ഇതിലൂടെ. ഓക്കെ, ഓരോ മൊഡ്യൂളിലൂടെയും അത് സംയോജിപ്പിച്ചുകൊണ്ട് HMS-ലൂടെയാണ് ഓരോ പ്രവർത്തനങ്ങളും നല്ല രീതിയിൽ നടക്കുന്നത്, നല്ല രീതിയിൽ എഫിഷ്യന്റ് ആയിട്ട് ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങൾ നടക്കുന്നത് HMS-ലൂടെയാണ്. അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലിലെ അഡ്മിനിസ്ട്രേറ്റീവ് പ്രോസസ്സിനെ ഇഫക്റ്റീവ് ആയിട്ട് അത് ചെയ്യാനായിട്ട് ആക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. അവിടെ കൺസിസ്റ്റൻസി പ്രൊവൈഡ് ചെയ്യാനായിട്ടും ഈ സിസ്റ്റം സഹായിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. സ്ഥിരത, കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ സ്ഥിരത. അതുപോലെ തന്നെ സ്റ്റാഫുകൾക്ക് അവരുടെ ജോലി കൃത്യമായിട്ട് ചെയ്ത് തീർക്കാനായിട്ടും ഇതിലൂടെ സഹായിക്കുന്നുണ്ട്.
HMS-ലൂടെ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എറേഴ്സ് കുറയ്ക്കാനായിട്ടുള്ള സ്റ്റാഫുകൾക്ക് സിസ്റ്റത്തിലൂടെ നമ്മൾ മാനുവലി ഓരോ റിപ്പോർട്ടുകളും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ എന്താണ് നമ്മൾ പറഞ്ഞു എറേഴ്സ് വരാനായിട്ട് സാധ്യതയുണ്ട്. പക്ഷെ ഈ സിസ്റ്റം വഴിയാണെങ്കിൽ എന്താണ് എറേഴ്സ് കുറച്ചുകൊണ്ട് എഫിഷ്യന്റ് ആയിട്ടും നല്ല രീതിയിൽ ക്വാളിറ്റിയോട് കൂടിയിട്ടും സ്റ്റാഫുകളുടെ ജോലികൾ ചെയ്തു തീർക്കാനായിട്ട് ഈ സിസ്റ്റം സഹായിക്കുന്നുണ്ട്. ഇനി നെക്സ്റ്റ് ആണ് റെഡ്യൂസ്ഡ് മെഡിക്കൽ എറേഴ്സ്. ഓക്കെ, റെഡ്യൂസ്ഡ് മെഡിക്കൽ എറേഴ്സ് നമുക്കറിയാം അല്ലെ, മെഡിക്കൽ എറേഴ്സുകൾ ഒഴിവാക്കാനായിട്ട് HMS സഹായിക്കുന്നുണ്ട്. ആൻഡ് HMS can helps reduce medical errors by providing doctors and nurses with updated patient information. It reduces the risk of misdiagnosis, incorrect treatment and or advised drug interactions. അപ്പം ഈ HMS-ലൂടെ എന്താണ് മെഡിക്കൽ എറേഴ്സ് എങ്ങനെയാണ് കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നത്? നല്ല രീതിയിൽ പേഷ്യന്റിന് ഇൻഫർമേഷൻസ് അവൈലബിൾ ആക്കി കൊടുത്തുകൊണ്ട് എറേഴ്സ് കുറയ്ക്കാനായിട്ട് പേഷ്യൻസിന്റെ ഡോക്ടേഴ്സിനും അതുപോലെ തന്നെ നഴ്സുമാർക്കും എഫക്റ്റീവ് ആയിട്ടുള്ള മെഡിക്കൽ റിപ്പോർട്ടുകൾ അല്ലെ, പേഷ്യൻസിന്റെ ഓരോ റിപ്പോർട്ടുകൾ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് ഈ സിസ്റ്റം സഹായിക്കുന്നുണ്ട്. അതിലൂടെ പേഷ്യൻസിന് നല്ല രീതിയിലുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കാനായിട്ട് അവരുടെ ആരോഗ്യസ്ഥിതികൾ അറിയാനായിട്ടും എങ്ങനെയുള്ള ട്രീറ്റ്മെന്റ് ചെയ്യണം, എങ്ങനെയുള്ള കെയർ രോഗികൾക്ക് കൊടുക്കണം, അങ്ങനെയുള്ള കാര്യങ്ങള് ഡോക്ടേഴ്സിനായാലും നഴ്സുമാരായാലും സഹായിക്കുന്നത് ആരിലൂടെയാണ്? ഈ HMS ആ സോഫ്റ്റ്വെയർ സിസ്റ്റത്തിലൂടെയാണ്. അതുവഴി നമുക്ക് എന്താണ് മിസ്ഡയഗ്നോസിസ് അല്ലെ, അങ്ങനെയുള്ള കാര്യങ്ങള്, അതുപോലെ തന്നെ ഇൻകറക്റ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്, അതുപോലെ ഡ്രഗ് അഡ്വേഴ്സ് ഡ്രഗ് ഇന്ററാക്ഷൻസ്, ഇതൊക്കെ കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. ഇനി നെക്സ്റ്റ് ആണ് ഇത് റെഡ്യൂസ് readmissions and rehospitalization rates. And HMS can also decrease the admissions and rehospitalization rate by ensuring timely follow-ups. This increases patient outcomes and minimize complication risk. എന്താണ് കൃത്യമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ സിസ്റ്റം പ്രൊവൈഡ് ചെയ്യുന്നത്. അപ് ടു ഡേറ്റ് ആയിട്ടുള്ള കാര്യങ്ങള് ഈ സിസ്റ്റം വഴി നമുക്ക് തരുന്നുണ്ട് അല്ലെ. സിസ്റ്റത്തിൽ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റ് ആയിട്ട് അതിനകത്ത് കിടക്കുന്നുണ്ടാവും. അപ്പോ ഓരോ കാര്യങ്ങളും കൃത്യമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ സിസ്റ്റത്തിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ രോഗികൾക്ക് വീണ്ടും എന്താണ് ഹോസ്പിറ്റലൈസേഷൻ ചെയ്യാനായിട്ട് കുറയ്ക്കാൻ, അത് രോഗികൾക്ക് വീണ്ടും ആ ഹോസ്പിറ്റലിലേക്ക് വരുന്നത് കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. കാരണം എന്താണ് ഈ സിസ്റ്റം വഴി അപ് ടു ഡേറ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും, ഒരു പേഷ്യന്റിന്റെ എല്ലാ കാര്യങ്ങളും അതിനകത്ത് ഉണ്ടാവും. ട്രീറ്റ്മെന്റുകള്, അതുപോലെ തന്നെ അതായത് കണ്ടീഷൻ, എന്തൊക്കെ മരുന്നുകളാണ് കൊടുത്തിരിക്കുന്നത്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അതിനകത്തുള്ളത് കൊണ്ട് തന്നെ ഡോക്ടേഴ്സിനെയും നഴ്സുമാരെയും സഹായിക്കുന്നുണ്ടെന്ന് നമ്മൾ പറഞ്ഞല്ലേ. അതുകൊണ്ട് തന്നെ നല്ല ബെറ്റർ ആയിട്ടുള്ള കെയർ കൊടുക്കാനായിട്ടും നല്ല രീതിയിൽ ട്രീറ്റ്മെന്റ് കൊടുക്കാനായിട്ടും നഴ്സുമാരെയും ഡോക്ടർമാരെയും ഈ സിസ്റ്റം സഹായിക്കുന്നുണ്ട്. അതുവഴി രോഗികള് എങ്ങനെയാണ് ഒരു സാറ്റിസ്ഫൈഡ് ആയിട്ടും അവരുടെ ഇപ്പൊ മോശമായിട്ട് കൊണ്ടുവന്ന ഹെൽത്ത് കണ്ടീഷൻ മോശമായിട്ട് കൊണ്ടുവന്ന പേഷ്യൻസ് ആണെങ്കിൽ ഈ സിസ്റ്റം വഴി നല്ല രീതിയിൽ ട്രീറ്റ്മെന്റുകൾ കൊടുത്തുകൊണ്ട് തന്നെ അവരുടെ ഹെൽത്ത് കണ്ടീഷൻ നല്ല ബെറ്റർ ആക്കി വിടാനായിട്ട് സഹായിക്കുന്നുണ്ട്, വീട്ടിലേക്ക് വിടാനായിട്ട് സഹായിക്കുന്നുണ്ട്. അപ്പോ എന്താണ് വീണ്ടും ആ ഹോസ്പിറ്റലിലോട്ട് വരാനായിട്ട് ഇടവരുന്നില്ല അല്ലെ. വീണ്ടും ഹോസ്പിറ്റലൈസേഷൻ കുറയ്ക്കാനായിട്ടാണ് ഈ സിസ്റ്റം സഹായിക്കുന്നത്. അത്രയും കാര്യങ്ങളാണ് ബെനഫിറ്റ്സിൽ വരുന്നത്. 9 കാര്യങ്ങളാണ് ബെനഫിറ്റ്സുമായിട്ട് ബന്ധപ്പെട്ടത് കേട്ടോ. ജസ്റ്റ് ഒന്ന് വായിച്ചു വെക്കാം. 3 പോയിന്റ് ജസ്റ്റ് ഒന്ന് വായിച്ചു വെക്കും. വായിച്ചു നോക്കട്ടെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ജസ്റ്റ് ഒന്ന് വായിച്ചു വെച്ചാൽ മതി കാര്യങ്ങളൊക്കെ. അതുപോലെ പോയിന്റ് അറിഞ്ഞു വെക്കുക, ഏതൊക്കെയാണ് ബെനിഫിറ്റിൽ വരുന്നത്, ഏതൊക്കെയാണ് ഇമ്പോർട്ടൻസിൽ വരുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ ഓർത്ത് വെക്കുക കേട്ടോ. ഏതൊക്കെയാണ് പോയിന്റ്സ് എന്നുള്ളത്. 9 പോയിന്റ്സ് ബെനിഫിറ്റിലുണ്ട്. അതുപോലെ കമ്പോണൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓരോ മൊഡ്യൂൾസ് അതിന്റെ കാര്യങ്ങളും ഓർത്ത് വെക്കാം, ഇമ്പോർട്ടന്റ് ആണ്.
Okay. The next importance features of health health information system. Okay, important features. First one patient portal. The patient portal is an unavoidable feature of the health information system. It is a program like electronic health record, but what makes it different? It is this patient can have secure online entry to their medical records, arrange doctors' appointments, passing information with the doctors, checking medical billings and processing payment online. All they require is smart equipment to avail themselves of the maximum benefits of the features. Instead of following the age-old process of arranging a doctor's appointment, they may just log in to their account in the patient portal, have an understanding of the availability of their doctors, and make an appointment according to their convenience and the doctor's availability. After arranging the appointment, they can verify a bill and make the payment or set the details for future payments. The popularity of the patient portal is growing day by day since it enhances accessibility for patient and keep transparency between the patients and their treatment process. Therefore, hospitals select this to improve their patient satisfaction level and build themselves the dependable ones. അപ്പൊ എന്താണ് പേഷ്യന്റ് പോർട്ടൽ എന്ന് പറഞ്ഞാൽ? ഇത്രയും ഉള്ളൂ. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാം. പേഷ്യന്റ് പോർട്ടലിലൂടെ രോഗി ലോഗിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് ഓരോ ഹോസ്പിറ്റലിലും ഓരോ വെബ്സൈറ്റുകളുണ്ട്. ഓക്കെ, ആ വെബ്സൈറ്റിലൂടെയാണ് രോഗി എന്ത് ചെയ്യുന്നത്? ലോഗിൻ ചെയ്യുന്നത്. അങ്ങനെ ലോഗിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ മെഡിക്കൽ റെക്കോർഡുകൾ ഈസി ആയിട്ട് ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. അതിലേക്ക് അവരുടെ ആ മെഡിക്കൽ റെക്കോർഡിലേക്ക് ഈസി ആയിട്ട് നമുക്ക് എൻട്രി നടത്താനായിട്ട് പറ്റും. അതുപോലെ അപ്പോയിന്റ്മെന്റുകൾ ക്രമീകരിക്കാൻ പറ്റും. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇഷ്ടമുള്ള ഡോക്ടേഴ്സ് ഇഷ്ടമുള്ള ടൈമിൽ, ഇഷ്ടമുള്ള വീക്കിൽ, അല്ല ഇഷ്ടമുള്ള ഡേയിൽ നമുക്ക് അപ്പോയിന്റ്മെന്റ് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും, ക്രമീകരിക്കാൻ സാധിക്കും. ഡോക്ടർമാർക്ക് ഇൻഫർമേഷൻസ് പാസ് ചെയ്യാനായിട്ടും സാധിക്കുന്നുണ്ട്. പേയ്മെന്റ് ഓൺലൈനായിട്ട് നമുക്ക് നടത്താൻ പറ്റും. ഡോക്ടർമാരുടെ അവൈലബിലിറ്റി നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. ഏത് ഡോക്ടേഴ്സ് ആണ്, ഏത് ദിവസമാണ്, എന്നാണ് ഇരിക്കുന്നത്, ഏത് ടൈമിലാണ് ഡോക്ടർ വരുന്നത്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് പറ്റും. പേഷ്യൻസിന് സൗകര്യങ്ങൾ നോക്കാം, അല്ലെ? നമ്മൾ പറഞ്ഞു പേഷ്യൻസിന് ഇഷ്ടമുള്ളതനുസരിച്ചിട്ട് അവരുടെ സൗകര്യങ്ങൾ നോക്കിയിട്ട് ഡോക്ടേഴ്സിന് അപ്പോയിന്റ്മെന്റ് നടത്താം. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതിലൂടെ പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ ഇൻക്രീസ് ആവാനായിട്ട് സഹായിക്കുന്നുണ്ട്. അതാണ് പേഷ്യന്റ് പോർട്ടൽ എന്ന് പറഞ്ഞാല്. മനസ്സിലായോ? പേഷ്യൻസിന് ഇഷ്ടമുള്ള ടൈമില്, ഇഷ്ടമുള്ള ദിവസം പേഷ്യന്റിന് എന്ത് ചെയ്യാം? ഡോക്ടേഴ്സിന് അപ്പോയിന്റ്മെന്റ് നടത്താം, ബുക്ക് ചെയ്യാം, പേയ്മെന്റ് ഓൺലൈനിലൂടെ ചെയ്യാം. എല്ലാ കാര്യങ്ങളും ഇലക്ട്രോണിക്കലി ചെയ്യുന്നതിലൂടെ തന്നെ അപ് ടു ഡേറ്റ് ആയിട്ട്, അതുപോലെ തന്നെ എറേഴ്സ് ഒന്നും ഉണ്ടാകുന്നില്ല, പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, അല്ലെ? അതുകൊണ്ട് തന്നെ പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ ഇൻക്രീസ് ആവാനായിട്ട് ഇടവരുന്നുണ്ട്. ഇനി നെക്സ്റ്റ് ആണ് മെഡിക്കൽ ബില്ലിങ്. നിങ്ങൾ ഒരു ഹോസ്പിറ്റലിൽ പോകുമ്പോൾ, ഹോസ്പിറ്റലിൽ തന്നെയല്ല എല്ലായിടത്തും നമ്മൾ എങ്ങനെയാ ചെയ്യാറ്? ബില്ലിങ് നടത്തുന്നത് എങ്ങനെയാണ്? പേയ്മെന്റ് ചെയ്യുന്നത് എങ്ങനെയാ? പേയ്മെന്റ് ചെയ്യാം എങ്ങനെയാണ്? ക്യാഷ് കൊടുത്തിട്ടാണോ നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കുന്നതൊക്കെ? എങ്ങനെയാണ്? ഓൺലൈൻ ആയിട്ടാണല്ലേ? ജിപേ ചെയ്യും. അത് തന്നെയാണ് മെഡിക്കൽ ബില്ലിങ്ങിൽ പറയുന്നത്. നോക്കിയേ, ഗൂഗിൾ പേ ചെയ്യാറുണ്ട്, അല്ലെ? ഓൺലൈൻ മെഡിക്കൽ ബില്ലിംഗ് ഫീച്ചേഴ്സ് controls or the billing works in less amount of time than usual. Gone are the day when hospitals spend a major amount of time controlling all the appointments and billings. Now with the medical billing features,
patient's billing, insurance details, payment, patient tracking, and payment processes. Everything can be managed with the capability. You can even accept a notification alert if there is any delay or other issue in payment so that you can take action according to the norms. അപ്പോ മെഡിക്കൽ ബില്ലിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓൺലൈൻ വഴിയാണ് മെഡിക്കൽ ബില്ലിംഗ് കൂടുതലായിട്ട് നമ്മൾ നടത്തുന്നത്. അപ്പൊ എന്താണ് എറേഴ്സ് കുറയ്ക്കാൻ പറ്റും അല്ലെ. അങ്ങനെ പേയ്മെന്റ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഡിലേ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, പേയ്മെന്റ് നടന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഫോണിലേക്ക് ഒരു മെസ്സേജ് വരും, ഇന്ന കാരണത്താലാണ് ഇങ്ങനെ ഡിലേ വരുന്നത്. ഇല്ലേ, വരാറില്ലേ? ഓക്കെ, നമ്മൾ ജിപേ ഒക്കെ ചെയ്യുമ്പോൾ ചില കാരണങ്ങൾ കൊണ്ട് സംഭവിക്കാറുണ്ട് അല്ലെ. അത് തന്നെയാണ് മെഡിക്കൽ ബില്ലിങ്ങിൽ പറയുന്നത്. എല്ലാ കാര്യങ്ങളും നമ്മളിപ്പോ എങ്ങനെയാ ചെയ്യുന്നത്, ബില്ലിംഗ് നടത്താനുള്ളത് എല്ലാ കാര്യങ്ങളും ഫോണിലൂടെ അല്ലെ, ഓൺലൈനിലൂടെയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പൊ എന്തെങ്കിലും കാരണത്താല് നമുക്ക് ബില്ലിംഗ് നടത്താൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് അലേർട്ട് വരും അല്ലെ. എന്താണ്, അല്ലെങ്കിൽ മെസ്സേജ് ഫോണിൽ അവരയക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ പേയ്മെന്റ് നടത്താൻ പറ്റാത്തത്, അതിന്റെ കാരണങ്ങൾ നമുക്ക് മെസ്സേജ് വഴി അവർ അയച്ചു തരുന്നുണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് എന്ത്, പേഷ്യന്റ് ഷെഡ്യൂളിംഗ്. Just as the patient portal with the patient scheduling, patient can arrange their own appointment by merely logging into their respective accounts. This way they neither should wait in line in front of the doctor's chamber or clinic nor require to call the clinic repeatedly to have an appointment. All the facilities will be available 24/7 with just a tap away. They can even go with their convenience with the availability of the doctors and make appointments accordingly. This feature is beneficial to the care providers too. They can allot their staff restrooms and specialty apparatus if required. അപ്പൊ എന്താണ് പേഷ്യന്റ് ഷെഡ്യൂളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു പേഷ്യന്റ് ഷെഡ്യൂളിംഗ് എന്ന് പറഞ്ഞാൽ ഇതൊരു പേഷ്യന്റ് പോർട്ടൽ പോലെ തന്നെയാണ്. നമ്മൾ പറഞ്ഞില്ലേ, പേഷ്യന്റ് പോർട്ടലിൽ എല്ലാ സൗകര്യങ്ങളും നമുക്ക് ഓൺലൈനിലൂടെ ചെയ്യാം, ബുക്ക് ചെയ്യാം, ബില്ലിംഗ് നടത്താം അല്ലെ. അതാണ് പേഷ്യന്റ് പോർട്ടലിൽ നമ്മൾ പറഞ്ഞത്. അപ്പൊ അതുപോലെ തന്നെയാണ് പേഷ്യന്റ് ഷെഡ്യൂളിംഗ് എന്ന് പറയുന്നത്, പേഷ്യന്റ് പോർട്ടൽ പോലെ തന്നെയാണ്. അപ്പൊ ഹോസ്പിറ്റലിലെ വെബ്സൈറ്റില് പേഷ്യന്റ് പോർട്ടൽ ഓപ്ഷനും ഉണ്ട്, അതുപോലെ തന്നെ പേഷ്യന്റ് ഷെഡ്യൂളിംഗ് ഓപ്ഷനും ഉണ്ട്. രണ്ട് ഓപ്ഷനാണുള്ളത് ഹോസ്പിറ്റലിലെ വെബ്സൈറ്റില്, പേഷ്യന്റ് ഷെഡ്യൂളിംഗ് ഓപ്ഷനും അതുപോലെ തന്നെ പേഷ്യന്റ് പോർട്ടൽ ഓപ്ഷനും ഉണ്ട്. അതിലേക്ക് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് ലോഗിൻ ചെയ്യാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ അക്കൗണ്ടിൽ, പേഷ്യൻസിന്റെ അക്കൗണ്ടിൽ ലോഗിൻ ചെയ്യാം. അവിടെ നമ്മുടെ മെഡിക്കൽ ഫയൽ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും, അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ ഡോക്ടറെ കാണാനായിട്ട് ക്ലിനിക്കലിന്റെ അല്ലെ, നമ്മൾ വരുമ്പോ അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ്, ആ ടൈം ആകുമ്പോൾ നമ്മുടെ നമ്പർ അനുസരിച്ച് വന്നാൽ മതി അല്ലെ. ഇനി നമുക്ക് അവിടെ ചെന്ന് കാത്തു കെട്ടി നിൽക്കേണ്ട ആവശ്യം വരുന്നില്ല, ക്യൂ നിൽക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ്, നല്ല രീതിയിൽ നമുക്ക് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പേഷ്യന്റ് ഷെഡ്യൂളിംഗ് എന്ന് പറയുന്നത്. അപ്പോയിന്റ്മെന്റുകൾ എടുത്ത് നമുക്ക് ക്യൂ നിൽക്കേണ്ട ആവശ്യം വരുന്നില്ല, നമ്മുടെ ടൈം ആകുമ്പോൾ വന്നിട്ട് ഡോക്ടറെ കണ്ട് കൺസൾട്ട് ചെയ്തിട്ട് പോകാൻ പറ്റും. ക്ലിയർ ആയോ? 3 കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. എന്താണ്, പേഷ്യന്റ് പോർട്ടല് പറഞ്ഞു, മെഡിക്കൽ ബില്ലിംഗ് പറഞ്ഞു, പേഷ്യന്റ് ഷെഡ്യൂളിംഗ് പറഞ്ഞു. വായിച്ചു നോക്കിയാൽ കൺസെപ്റ്റ് മാത്രം ഓർത്ത് വെക്കാം കേട്ടോ.
Okay. Next on the e-prescribing. Okay. E-prescribing the software in health information system accelerates the complete prescriptions process normally done by the staff management of the medical practitioner's office. They are able to send and fill the prescriptions of every patient to the pharmacist online. Also, they can trace the entire process and take any action if required. This way, the whole process become quick, safe, and free of errors. Prescribing എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഇലക്ട്രോണിക്കലി പ്രിസ്ക്രൈബ് ചെയ്യുന്നതാണല്ലേ. ഈ പ്രിസ്ക്രിപ്ഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കുറിപ്പടികൾ അല്ലെ. ഡോക്ടേഴ്സിനെ നമ്മൾ കൺസൾട്ട് ചെയ്യാൻ പോകുമ്പോൾ മരുന്ന് എഴുതി നമുക്ക് തരാറുണ്ട് ഇല്ലേ? ഓക്കെ. അപ്പൊ അതെന്ത് ചെയ്യുന്നുണ്ട്? ഒരു രോഗി ഡോക്ടറെ കാണാൻ വന്ന രോഗങ്ങളെ കുറിച്ചൊക്കെ പറയും അല്ലെ. എനിക്ക് ഇന്ന ലക്ഷണങ്ങളുണ്ട്, ചുമയുണ്ട്, പനിയുണ്ട്, വയറുവേദനയുണ്ട്. അപ്പൊ എന്ത് ചെയ്യും? ഡോക്ടർ പരിശോധിച്ച ശേഷം പറയും എന്ത്? പരിശോധിച്ച ശേഷം നമുക്ക് സാധാരണയായിട്ട് പണ്ട് കാലങ്ങളിലൊക്കെ എങ്ങനെയാണ് മരുന്നുകൾ നമുക്ക് എഴുതിയാണ് തരാറ്, കുറിപ്പടിയിൽ എഴുതി തരാറുണ്ട് പ്രിസ്ക്രിപ്ഷനിൽ. പക്ഷെ ഇന്ന് ടെക്നോളജിയൊക്കെ വിപുലീകരിച്ചുകൊണ്ട് അപ്ഡേറ്റ് ആയപ്പോ എന്താണ്? പ്രിസ്ക്രിപ്ഷൻ എഴുതുന്നത് എങ്ങനെയാണ്? സിസ്റ്റത്തിലൂടെയാണ്. സിസ്റ്റം വഴി എന്ത് ചെയ്യുന്നുണ്ട്? പ്രിസ്ക്രൈബ് ചെയ്ത് ആ മരുന്നുകളൊക്കെ എഴുതി ഇങ്ങോട്ടേക്ക് അയക്കുന്നുണ്ട്, ഫാർമസിയിലോട്ട് അയക്കുന്നു. ഓക്കെ, ഞാനിവിടെ പറഞ്ഞിട്ടുണ്ടാന്ന് അറിയില്ല. ഞാൻ കണ്ണിന്റെ ബുദ്ധിമുട്ട് വന്നപ്പോ കണ്ണട വെക്കേണ്ടി വന്നു. അപ്പൊ അത് കാണിക്കാനായിട്ട് പോയപ്പോ ആ ഡോക്ടർ കണ്ണൊക്കെ പരിശോധിച്ചു കഴിഞ്ഞ് അപ്പൊ ഷോർട്ട് സൈറ്റ് ആണെന്ന് പറഞ്ഞു. അപ്പൊ മരുന്ന് വാങ്ങിക്കാനായിട്ട് നമ്മള് കണ്ണിൽ എനിക്ക് എപ്പോഴും ഇങ്ങനെ കുരു വരും, ഭയങ്കര ബുദ്ധിമുട്ടാണ്. കുരു ഇങ്ങനെ ആഴ്ചയിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പൊ അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടായപ്പോഴാണ് കണ്ണിന്റെ ഹോസ്പിറ്റലിലോട്ട് പോയി. അങ്ങനെ ഡോക്ടറെ കണ്ടപ്പോ ഡോക്ടർ നമ്മള് കണ്ണൊക്കെ പരിശോധിച്ചു കഴിഞ്ഞിട്ട് മരുന്ന് തരാനായിട്ട് ഇരിക്കുമല്ലോ. ഞാൻ തന്നെ കാത്തു നിൽക്കണേ പ്രിസ്ക്രിപ്ഷൻ തരാൻ വേണ്ടിയിട്ട്. കുറിപ്പടി കാണിച്ച് തന്നിട്ട് വേണം ഫാർമസിയിൽ പോയിട്ട് നമുക്ക് മരുന്ന് വാങ്ങിക്കാനായിട്ട്. അപ്പൊ ഡോക്ടർ പറയാണ് കമ്പ്യൂട്ടറിൽ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. അപ്പൊ എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പൊ ഡോക്ടർ പറയാണ് ഈ ഫാർമസിയിലോട്ട് പോയിക്കോളൂ, മരുന്ന് അവിടെ നിന്ന് വാങ്ങിച്ചാൽ മതി. അപ്പൊ എന്താണ് അവിടെ നടക്കുന്നത്? ഡോക്ടറിന്റെ ആ സിസ്റ്റത്തില് മരുന്നുകള് എഴുതി ഇങ്ങോട്ടേക്ക് അയക്കുന്നുണ്ട്, ഫാർമസിയിലോട്ട് അയക്കുന്നു. അവിടെ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ആ മരുന്നുകൾ നമ്മൾ കളക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ക്ലിയർ ആയില്ലേ? അപ്പൊ അതാണ് ഈ പ്രിസ്ക്രൈബിംഗ് എന്ന് പറയുന്നത് കേട്ടോ. ഇനി നെക്സ്റ്റ് ആണ് റിമോട്ട് പേഷ്യന്റ് മോണിറ്ററിംഗ്. This is another aspiring features of health information systems which enables access to patients' details easily. Healthcare providers deliver good health care to the patient and mitigate severe condition expenses. Remote patient monitoring (RPM) underline ചെയ്യാട്ടോ. RPM ന്റെ ഷോർട്ട് ഫോം അല്ല ഫുൾ ഫോം ചോദിക്കാം. എക്സ്പാൻഡ് RPM. Remote patient monitoring is really useful for patients who are experiencing chronic health issues. Doctors use information gathered through RPM for monitoring patients' health status. Also, with these details, they can predict or end situations that would or else require serious medical interventions. Other than chronic health care, RPM is useful for other issues too, such as care of senior citizens. Underline senior citizens, care after discharging patients, treatment for behavioral health and substance abuse, etc. അത്രയും മാത്രം അണ്ടർലൈൻ ചെയ്യാം. RPM ന്റെ ഫുൾ ഫോം കൂടി അണ്ടർലൈൻ ചെയ്ത് വെക്കാം. ഇവിടെ എന്താ പറയുന്നത്? RPM എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? റിമോട്ട് പേഷ്യന്റ് മോണിറ്ററിംഗ് ആണ് അതിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. അതുപോലെ ഇൻഫർമേഷൻ സിസ്റ്റത്തിന്റെ മറ്റൊരു ഫീച്ചർ ആണ് എന്തെന്ന് പറയുന്നത്
RPM എന്ന് പറയുന്നത് അല്ലെ, ഇൻഫർമേഷൻ HISന്റെ മറ്റൊരു ഫീച്ചർ ആണെന്ന് പറയുന്നുണ്ട്. അതുപോലെ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിന് നല്ലൊരു ഹെൽത്ത് കെയർ രോഗികൾക്ക് കൊടുക്കാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇതിലൂടെയാണ് നല്ല രീതിയിലുള്ള ക്വാളിറ്റിയുള്ള ഗുണനിലവാരമുള്ള ഹെൽത്ത് കെയർ പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കുന്നത്. ഇനി അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു എന്താണ് ഈ മിറ്റിഗേറ്റ് സിവിയർ കണ്ടീഷൻസ്, അതിന്റെ എക്സാമ്പിൾ ആണ് ധനസഹായം കിട്ടുന്നത്, അതുപോലെ തന്നെ ഇൻഷുറൻസ് കവറേജ് രോഗികൾക്ക് കിട്ടുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ ഈ RPM വഴി കൂടുതൽ ബെനിഫിറ്റ് കിട്ടുന്നത് ആർക്കാണ്? അതാണ് ലാസ്റ്റ് പോയിന്റിൽ അണ്ടർലൈൻ ചെയ്യാൻ പറഞ്ഞത്. ആർക്കൊക്കെയാണ്? സീനിയർ സിറ്റിസൺസ്, അതുപോലെ തന്നെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് പോകുന്ന പേഷ്യൻസിന്, പിന്നെ അതുപോലെ തന്നെ പെരുമാറ്റത്തിലെ വൈകല്യമുള്ളവർക്ക്, മയക്കുമരുന്നിന് അടിമപ്പെട്ടവർക്ക്. അപ്പൊ ഇത്തരം ആളുകളിലാണ് കൂടുതൽ RPM ബെനിഫിറ്റ് ആളുകൾക്ക് കിട്ടുന്നത്. ആർക്കൊക്കെയാണ്? സീനിയർ സിറ്റിസൺസിന്, അതുപോലെ തന്നെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് പോകുന്ന പേഷ്യൻസിന്, പെരുമാറ്റത്തിൽ വൈകല്യമുള്ളവർ അല്ലെ, അതുപോലെ തന്നെ മയക്കുമരുന്നിന് അടിമപ്പെട്ടവർ. ഓക്കെ, ഇനി എന്താണ് മാസ്റ്റർ ഇൻഡെക്സ്, പേഷ്യന്റ് ഇൻഡെക്സ് നോക്കാം. മാസ്റ്റർ പേഷ്യന്റ് ഇൻഡെക്സ് ഹാസ് gathered popularity across many hospitals and large organizations of medical practices. With this technology, what required to feed the patient's information once. After that, it gets connected to numerous databases, and therefore this data can be useful in the future for other lab test and clinical departments. Finding the data manually every time is not needed. Then the ease of access to the patient's details is the most important benefit of using the master patient index. Also, it is totally automated, minimize the possibility of errors and improves the safety of the information. അപ്പോൾ മാസ്റ്റർ പേഷ്യന്റ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? രോഗികളുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ മെഡിക്കൽ റെക്കോർഡ്സിൽ പഠിച്ചിട്ടില്ലേ? രോഗികളുടെ എല്ലാ കാര്യങ്ങളും ക്രോഡീകരിച്ചുകൊണ്ടുള്ള ഒരു ഡോക്യുമെന്റ് അല്ലെ. എന്തൊക്കെ ഡീറ്റെയിൽസ് ഉണ്ടാവും? പേര്, അഡ്രസ്, അതുപോലെ തന്നെ UHID, അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും അടങ്ങുന്ന ഒരു ഡോക്യുമെന്റ് ആണ് മാസ്റ്റർ പേഷ്യന്റ് ഇൻഡെക്സ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ഒരു രോഗി ഹോസ്പിറ്റലിൽ വിസിറ്റ് ചെയ്യുമ്പോൾ എന്താണ് ആദ്യം നമ്മൾ എന്താ ചെയ്യുന്നത്? UHID ക്രിയേറ്റ് ചെയ്യും അല്ലെ. നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അയാളുടെ UHID, അയാളുടെ ID ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നീടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്, ഡോക്ടറെ കാണുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് എന്താണ് നമ്മള് ഇപ്പൊ ഡോക്ടർ പോയി, ഡോക്ടറിനോട് വിവരങ്ങളൊക്കെ പറഞ്ഞ് കൺസൾട്ടേഷൻ ചെയ്ത് കഴിയുമ്പോൾ ഡോക്ടർ പറയും പോയിട്ട് ഇങ്ങനെയുള്ള എന്താണ് എക്സ്റേ എടുത്തിട്ട് വരാൻ പറയും. അങ്ങനെ എക്സ്റേ എടുത്തിട്ട് വരുമ്പോ എക്സ്റേ അവിടെ നമ്മൾ ചെയ്യാൻ പോകുമ്പോ അവിടെ നമ്മൾ പിന്നെയും നമ്മൾ രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഉണ്ടോ? ഇല്ല. കാരണം എന്താണ്? ഓൾറെഡി നമ്മൾ വന്നപ്പോ അവിടെ രജിസ്റ്റർ ചെയ്തില്ലേ? UHID അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, പിന്നെ ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ ഇപ്പോ ഫോണില്ല, അല്ലെങ്കിൽ UHID മറന്നുപോയ പേഷ്യൻസ്, അങ്ങനെ പെട്ടെന്ന് നമ്മുടെ കാർഡൊക്കെ എടുക്കാൻ മറന്നുപോയി, തിരക്കില് ഹോസ്പിറ്റലിലോട്ട് വന്നു. അപ്പൊ എന്ത് ചെയ്യും? അയാളുടെ UHID ഇല്ലാതെ നമുക്ക് പിന്നെ നമുക്ക് അപ്പോയിന്റ്മെന്റ് എടുക്കാനായിട്ട് പറ്റില്ലല്ലേ? വളരെ ബുദ്ധിമുട്ടാണ് ആ നമ്പർ തിരഞ്ഞെടുക്കാനായിട്ട്. കുറെ രോഗികളുണ്ട്, അതുപോലെ തന്നെ കുറെ നമ്പേഴ്സ് നമുക്ക് ഐഡന്റിഫൈ ചെയ്തെടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് അല്ലെ. അപ്പോ എന്ത് ചെയ്യുന്നുണ്ട്? ഇയാൾക്ക് പുതിയ ചിലപ്പോ UHID ക്രിയേറ്റ് ചെയ്യാനായിട്ട് വരുമ്പോ, അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോ സിസ്റ്റം എന്ത് കാണിക്കും? ഡ്യൂപ്ലിക്കേഷൻ കാണിക്കും. കാരണം എന്താ? ഓൾറെഡി അയാൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, UHID ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതാണ്. പിന്നെയും അതിന്റെ എന്താണ് പേര്, വിവരങ്ങളൊക്കെ നമ്മൾ അടിച്ചു കൊടുക്കുമ്പോ എന്താണ് സിസ്റ്റം ഡ്യൂപ്ലിക്കേഷൻ കാണിക്കുന്നുണ്ട്. അപ്പോ അങ്ങനെ ഈ നമ്മുടെ ഈ HMS ഉള്ള ഹോസ്പിറ്റൽ ആണെങ്കിൽ, ഹെൽത്ത് ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം ഉള്ള ഹോസ്പിറ്റൽ ആണെങ്കിൽ ഇങ്ങനെയുള്ള വിവരങ്ങൾ അടിച്ചു കൊടുക്കുമ്പോൾ സിസ്റ്റം അതിനെ പ്രിവെന്റ് ചെയ്യുകയും ഇത്തരത്തില് പേഷ്യൻസിന്റെ UHID ഹോൾ പ്രോസസ് ആയിട്ട് ഉപയോഗിക്കുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് മാസ്റ്റർ പേഷ്യന്റ് ഇൻഡെക്സ് ആയിട്ട് പറയുന്നത്.
ഇത്ര മനസ്സിലാക്കാം. മാസ്റ്റർ പേഷ്യന്റ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും പേഷ്യൻസിന്റെ എല്ലാ കാര്യങ്ങളും ഒരു ഡോക്യുമെന്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. പേര്, അഡ്രസ്, അതുപോലെ സെക്സ്, അങ്ങനെയുള്ള എല്ലാ വിവരങ്ങളും, അഡ്രസ്, അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഒരു ഡോക്യുമെന്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്നതിനെയാണ് മാസ്റ്റർ പേഷ്യന്റ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. ഇനി അതിന്റെ ഒരു അടിയിൽ ഒരു പാരഗ്രാഫ് കൂടി കൊടുത്തിട്ടുണ്ട്. റാപ്പിംഗ് ഇറ്റ് അപ്പ്, അത് പോയിന്റ് അല്ല, ഇമ്പോർട്ടന്റ് ഫീച്ചേഴ്സ് അല്ല, ചുരുക്കി ഷോർട്ട് ഫോംസിൽ, ഇതിന്റെ എല്ലാ ഷോർട്ട് ഫോംസിലും കൊടുത്തിരിക്കുന്നതാണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് അവിടെ നിന്ന് എഴുതി വെച്ചാൽ മതി. ചുരുക്കി പറയുന്നതാണ് റാപ്പിംഗ് ഇറ്റ് അപ്പ് എന്ന് പറഞ്ഞാൽ, പോയിന്റ് അല്ല. നമുക്ക് നോക്കാം. Health information system, it go on to bring changes in health services with the assistance of a powerful system in hospitals and the medical procedures. Not only will the efficiency of the professionals be increased, but also the work will become easier and more organized. As a result, they focus on giving better care to the patients and improving patient engagement and contentment. In short, HIS offers a win-win situations for both patient and healthcare providers when it comes to refined care delivery services. അപ്പൊ എന്താണ് പറയുന്നത്? ഇപ്പോ നമ്മൾ പറഞ്ഞു HIS വളരെയധികം പേഷ്യൻസിനും അതുപോലെ തന്നെ ഹെൽത്ത് പ്രൊവൈഡേഴ്സിനും അല്ലെ, ഡോക്ടേഴ്സിനായാലും അതുപോലെ തന്നെ നഴ്സുമാർക്കായാലും വളരെ യൂസ്ഫുൾ ആണ് അല്ലെ. HMS-ലൂടെയൊക്കെ നല്ല രീതിയിൽ എല്ലാ പ്രവർത്തനങ്ങളും, ഹോസ്പിറ്റലിലെ എല്ലാ പ്രവർത്തനങ്ങളും എഫിഷ്യന്റ് ആയിട്ട് നടക്കാനായിട്ട് സഹായിക്കുന്നത് HIS-ലൂടെയാണ്. അപ്പോൾ ഇതിനെ കുറിച്ച് ധാരാളം സ്റ്റഡീസ് നടക്കുന്നുണ്ട്. അതുപോലെ കൂടാതെ ഇതിന് കുറേ അധികം ബെനിഫിറ്റ്സുകൾ നമ്മൾ പഠിച്ചു അല്ലെ, ഇമ്പോർട്ടൻസ്, ബെനിഫിറ്റ്സ്, അതുപോലെ ഇതിന്റെ കമ്പോണൻസുകളെ കുറിച്ച് നമ്മൾ പഠിച്ചു. അപ്പോ ഇതില്ലാതെ ഒരു ഹോസ്പിറ്റലിൽ ഫങ്ഷൻ നടത്താനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും ഇല്ലേ. HIS ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ HMS ഉണ്ടെങ്കിൽ വളരെ എഫിഷ്യന്റ് ആയിട്ട് സ്റ്റാഫുകൾക്ക് അവരുടെ ജോലി ചെയ്യാനും എറേഴ്സ് കുറയ്ക്കാനും ടൈം സേവ് ചെയ്യാനും പറ്റും. അതുവഴി പേഷ്യൻസിനെ കൂടുതൽ കെയർ ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള ബെനിഫിറ്റ്സ് ആണ് ഹോസ്പിറ്റലിലെ HMS-നുള്ളത്. മനസ്സിലായോ? ഓക്കെ, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് ടൈപ്സ് ഓഫ് ക്ലിനിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം. 4 കാര്യങ്ങളാണ് നമ്മൾ അതിൽ പഠിക്കുന്നത്. 4 ടൈപ്സ് ആണ്. ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സ് അല്ലെ, EHR നമ്മൾ മുൻപ് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്. രണ്ടാമത്തേതാണ് എന്ത്?
ലബോറട്ടറി ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം, LIMS, ലബോറട്ടറി ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം. മൂന്നാമത്തേത് റേഡിയോളജിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം. ആൻഡ് ഫോർത്ത് വൺ കമ്പ്യൂട്ടറൈസ്ഡ് ഫിസിഷ്യൻ ഓർഡർ എൻട്രി. ഓക്കെ, 4 കാര്യങ്ങളാണ് നമുക്ക് പഠിക്കേണ്ടത്. അതിൽ ഫസ്റ്റ് വൺ ആണ് EHR. ഓക്കെ, EHR കണ്ടപ്പോ പേടിയായോ? കുറെ 3 പാരഗ്രാഫ് ഉണ്ടല്ലേ? 3 പാരഗ്രാഫാണ് നമുക്ക് പഠിക്കാനുള്ളത്. അത് സിമ്പിൾ ആയിട്ട് മിസ് പറഞ്ഞു തരാം. ഓക്കെ, ഇപ്പൊ ഫസ്റ്റ് ടൈപ്പ് ആണ് എന്ത്? ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്. അതിന്റെ ഷോർട്ട് ഫോം ആണ് EHR. എല്ലാവർക്കും അറിയാം. ഓക്കെ, ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സ്, EHR, is systemized body of patients and the population electronically recorded health information in a digital format. നമുക്കറിയാം എന്താണ് ഒരു രോഗിയുടെ ഹെൽത്ത് റെക്കോർഡ് ഡിജിറ്റലി റെക്കോർഡ് ചെയ്ത് വെക്കുന്ന രീതിയാണ് എന്ത്? ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് എന്ന് പറയുന്നത് അല്ലെ. ഡിജിറ്റലി ഒരു രോഗിയുടെ റെക്കോർഡുകള് ഡിജിറ്റലി ചെയ്തു വെക്കുന്നതിനെയാണ് ഹെൽത്ത് റെക്കോർഡ്. ഒരു രോഗിയുടെ ഹെൽത്ത് റെക്കോർഡ്, മെഡിക്കൽ റെക്കോർഡ് ഡിജിറ്റലി സ്റ്റോർ ചെയ്ത് വെക്കുന്നതിനെയാണ് നമ്മൾ EHR, ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് എന്ന് പറയുന്നത്. These records can be shared across different healthcare systems. നമുക്കറിയാം എന്താണ് EHR-ലൂടെ പലയിടത്തേക്കും നമുക്ക് ഷെയർ ചെയ്യാനായിട്ട് വിവരങ്ങൾ ഷെയർ ചെയ്യാൻ പറ്റും അല്ലെ. ഹോസ്പിറ്റലിലെ പല ഭാഗങ്ങളിലായിട്ട് ഒരു രോഗിയുടെ ഇൻഫർമേഷൻസ് ഷെയർ ചെയ്യാനായിട്ട് EHR സഹായിക്കുന്നുണ്ട്. Records are shared through network connected enterprises via information system or other information networks and exchange. അതായത് ഈ നെറ്റ്വർക്ക് സംവിധാനങ്ങളിലൂടെയാണ് ഇൻഫർമേഷൻസ് ഷെയർ ചെയ്യാൻ പറ്റുന്നത്. പലയിടത്തേക്കും നെറ്റ്വർക്ക് സംവിധാനങ്ങളിലൂടെയാണ് ഒരു രോഗിയുടെ ഇൻഫർമേഷൻസ് നമുക്ക് ഷെയർ ചെയ്യാനായിട്ട് സഹായിക്കുന്നത്. ഇനി നോക്കിയേ, EHR may consist of a range of data that includes demographic, medical history, medication and allergies, immunization status, laboratory test result, radiology images, vital signs, personal statistics such as the age and weight and billing informations. ഇവിടെ പറയുന്നത് നമുക്കറിയാം EHR ഉൾപ്പെടുത്തിക്കൊണ്ട് വളരെ സമഗ്രമായിട്ടുള്ള ഡാറ്റകളാണ് അല്ലെ അതിനകത്തുള്ളത്. EHR-ലെ രോഗിയുടെ എല്ലാ ഡീറ്റെയിൽസും അടങ്ങിയിട്ടുണ്ടാവും. EHR-ല് എന്തൊക്കെ ഡീറ്റെയിൽസുകളാണ് ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. EHR-ല് ഉള്ള ഒരു സമഗ്രമായ ഡീറ്റെയിൽസ് ആണ് EHR-ലുള്ളത്. ഏതൊക്കെയാണ്? ഡെമോഗ്രാഫിക് ഡീറ്റെയിൽസ്, ബാക്ക്ഗ്രൗണ്ട് ഡീറ്റെയിൽസ് അല്ലെ, രോഗിയുടെ എല്ലാ കാര്യങ്ങളും, പേര്, വിവരങ്ങൾ, അഡ്രസ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അടങ്ങിയിട്ടുണ്ടാവും. അതുപോലെ മെഡിക്കൽ ഹിസ്റ്ററി, ഇനി എന്താണ്? മെഡിക്കേഷൻസ്, മരുന്നുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതുപോലെ അലർജീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും. ഇമ്മ്യൂണൈസേഷൻ സ്റ്റാറ്റസ് അല്ലെ, കുത്തിവെപ്പിന്റെ കാര്യങ്ങള്, അതുപോലെ തന്നെ ലബോറട്ടറി റിസൾട്ടുകള്, അതുപോലെ റേഡിയോളജി, CT സ്കാൻ എടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ വിവരങ്ങള്, MRI എടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ വിവരങ്ങള്, അങ്ങനെ റേഡിയോളജി ഇമേജസുകള്, വൈറ്റൽ സയൻസ് അറിയാലോ, അങ്ങനെയുള്ള കാര്യങ്ങൾ, പേഴ്സണൽ സ്റ്റാറ്റിസ്റ്റിക്സ്, ഏജ്, വെയിറ്റ്, അങ്ങനെയുള്ള ബില്ലിംഗ് ഇൻഫർമേഷൻസ് എല്ലാം അടങ്ങുന്ന ഒരു സമഗ്രമായിട്ടുള്ള ഇൻഫർമേഷൻ അടങ്ങുന്ന ഇൻഫർമേഷൻ അടങ്ങുന്നതാണ് EHR എന്ന് പറയുന്നത്. ഒരു രോഗിയുടെ സമഗ്രമായിട്ടുള്ള അപ് ടു ഡേറ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും, നമ്മൾ പറയില്ലേ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയെന്ന്, അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും, ഒരു രോഗിയുടെ എല്ലാ ഡീറ്റെയിൽസും അടങ്ങുന്നതാണ് എന്തെന്ന് പറയുന്നത് EHR, ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അപ്പൊ എന്താണ് ആ പാരഗ്രാഫിൽ നമ്മൾ പറഞ്ഞത്? ഒരു രോഗിയുടെ മെഡിക്കൽ റെക്കോർഡുകൾ ഡിജിറ്റലി നമ്മൾ റെക്കോർഡ് ചെയ്യുന്നു. അതെങ്ങനെയാണ്? EHR-ലൂടെയാണ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പരസ്പരം ഷെയർ ചെയ്യാൻ പറ്റും അല്ലെ. അങ്ങോട്ടും ഇങ്ങോട്ടും ഹോസ്പിറ്റലിലെ പല ഭാഗങ്ങളിലോട്ടായാലും പല ഡിപ്പാർട്ട്മെന്റുകളിലേക്കും രോഗിയുടെ എല്ലാ വിവരങ്ങളും ഷെയർ ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണ്? ഇലക്ട്രോണിക്കലി ആണ് ഷെയർ ചെയ്യുന്നത്. അതുപോലെ തന്നെ എന്താണ് പറഞ്ഞത് ലാസ്റ്റ് പോയിന്റില്? EHR എന്ന് പറയുന്നത് എല്ലാ ഡീറ്റെയിൽസും അടങ്ങുന്നുണ്ട് അല്ലെ. ഒരു സമഗ്രമായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആണ് EHR-ലുള്ളത്. ഒരു രോഗിയുടെ അടിതൊട്ട്
എന്താണ് അടിതൊട്ട് മുകളിൽ വരെയുള്ള എല്ലാ കാര്യങ്ങളും അല്ലെ, എല്ലാ കാര്യങ്ങളും സമഗ്രമായിട്ടുള്ള ഡീറ്റെയിൽസ് ഏതൊക്കെയാണ്? ഡെമോഗ്രാഫിക് അണ്ടർലൈൻ ചെയ്യാട്ടോ. ഡെമോഗ്രാഫിക്, മെഡിക്കൽ ഹിസ്റ്ററി, മെഡിക്കേഷൻ, അലർജീസ്, immunization status, laboratory test result, radiological image, vital signs, age, weight, building informations, അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസുകളും EHR-ൽ അടങ്ങുന്നുണ്ട്. ക്ലിയർ ആയോ? ഫസ്റ്റ് പാരഗ്രാഫിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ അല്ലേ? ഓക്കെ. ഇനി നെക്സ്റ്റ് പാരഗ്രാഫിൽ പറയുന്നത് EHR-ന്റെ ഇമ്പോർട്ടൻസ് ആണ് കേട്ടോ. ഇമ്പോർട്ടൻസ് ഫസ്റ്റ് പാരഗ്രാഫിൽ പറഞ്ഞത് EHR എന്താണ്, ഏതൊക്കെ ഡീറ്റെയിൽസ് ആണ് EHR-ൽ അടങ്ങുന്നത്. ഇനി നെക്സ്റ്റ് പാരഗ്രാഫിൽ പറയുന്നത് EHR-ന്റെ ഇമ്പോർട്ടൻസ്. ഓക്കെ, പ്രാധാന്യം എന്താണ്? അപ്പൊ നമുക്ക് നോക്കാം. ഫോർ ദ സെവറൽ decades, electronic health records have been evaluated as key to enhancing quality care. Electronic health records are used for other reasons than tracking for patients. Today, providers can use it from patient records to enhance the quality outcomes by means of their care management programs. ഇവിടെ പറയുന്നത് EHR വഴി പേഷ്യൻസിനെ പേഷ്യൻസിന് കൊടുക്കുന്ന കെയറിങ് ഇംപ്രൂവ് ചെയ്യാനായിട്ട്, നല്ല ക്വാളിറ്റി ഉള്ള ഗുണനിലവാരമുള്ള കെയർ കൊടുക്കാനായിട്ട് EHR വഴി സഹായിക്കുന്നുണ്ട്. മനസ്സിലായോ? EHR ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സ് ഹാവ് ഇവാലുവേറ്റഡ് ടു enhance the quality care. രോഗികൾക്ക് നല്ല ഇംപ്രൂവ് ആയിട്ട് അല്ലെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ള ഗുണനിലവാരമുള്ള കെയർ കൊടുക്കാനായിട്ട് EHR വഴി സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ്, ഒരു രോഗിയുടെ പരിചരണവുമായിട്ട് ബന്ധപ്പെട്ട മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ വളരെ വിലയേറിയ ഡാറ്റകൾ ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്കറിയാം മെഡിക്കേഷൻ ഡീറ്റെയിൽസ്, അലർജിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇമ്മ്യൂണൈസേഷൻ, അതൊക്കെ എന്താണ് മെഡിക്കലുമായിട്ട് പരിചരണവുമായിട്ടല്ലേ, അദ്ദേഹത്തെ പരിചരിക്കുന്ന കെയറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അത് എന്തിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. EHR ഒരു രോഗിയുടെ എല്ലാ വിവരങ്ങളും കമ്പൈൻ ചെയ്യുന്നു, എന്നിട്ട് പുതിയ ട്രീറ്റ്മെന്റുകൾ കൊടുക്കാനായിട്ട് അത് ഡെവലപ്പ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. EHR combines our patients' demographic into the large pool and use information to the help with the creation of new treatments or innovations in health care delivery, which overall improves the goals in ഹെൽത്ത് കെയർ. അവിടെ പറയുന്നത് എന്താണ്? EHR ഒരു രോഗിയുടെ എല്ലാ വിവരങ്ങളും കമ്പൈൻ ചെയ്യുന്നു, എന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? പുതിയ ട്രീറ്റ്മെന്റുകൾ ഡെവലപ്പ് ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. ഇനി എന്താ പറയുന്നത്? EHR can improve quality care by using the data and analytics to avoid the hospitalization among high risk patients. അതുപോലെ തന്നെ എന്താണ്, നമുക്കറിയാം EHR എന്തിനു സഹായിക്കുന്നുണ്ട്? ഒരു ഡോക്ടർക്ക് ഗുരുതരമായിട്ടുള്ള റിസ്കുകളുള്ള ഒരു പേഷ്യൻസിനെ തിരിച്ചറിയാനായിട്ടും അവരുടെ തീവ്രത, സിവിയറിറ്റി എന്ന് പറഞ്ഞാൽ തീവ്രത അനുസരിച്ചിട്ട് അവരെ സ്ട്രാറ്റിഫൈ ചെയ്യാനായിട്ടും സഹായിക്കുന്നുണ്ട്. മനസ്സിലായോ? കമ്പൈൻ മൾട്ടിപ്പിൾ ടൈപ്പ് ഓഫ് ക്ലിനിക്കൽ data from the system's health records and aids clinicians recognize the stratified chronically ill patients. EHR can improve quality care by using the data and analytics to avoid hospitalization among high risk patients. എന്താണ് EHR എന്തിനു സഹായിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്? ഡോക്ടേഴ്സിന് ഗുരുതരമായിട്ടുള്ള റിസ്കുകളുള്ള പേഷ്യൻസിനെ ഐഡന്റിഫൈ ചെയ്യാനായിട്ടും അവരുടെ സിവിയറിറ്റി, തീവ്രതയ്ക്കനുസരിച്ച് അവരെ സ്ട്രാറ്റിഫൈ എന്ന് പറഞ്ഞാൽ എന്താണ്? തരം തിരിക്കാനായിട്ടും സഹായിക്കുന്നുണ്ട്. തീവ്രത അനുസരിച്ച് ഓരോ രോഗികളെ നമ്മള് തരംതിരിക്കും അല്ലെ, ഡിവൈഡ് ചെയ്യാറുണ്ട്. നമ്മള് എന്തിനാ പഠിച്ചത്? ട്രയേജിൽ ഓർക്കുന്നുണ്ടോ പഠിച്ചത്? ഓക്കെ, കാഷ്വാലിറ്റിയില് ട്രയേജ് ഓർക്കുന്നുണ്ടോ?
അവരുടെ തീവ്രത അനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിവൈഡ് ചെയ്യുന്നത് അല്ലെ. പ്രയോറിറ്റി കൊടുക്കേണ്ട പേഷ്യൻസ് എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാറുണ്ട്. അതാണ് പറയുന്നത് EHR വഴി ഓരോ ഡോക്ടേഴ്സിനും എന്താണ് രോഗികളെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട്, ഹൈ റിസ്ക് ഉള്ള രോഗികളെ ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് അവരെ തരംതിരിക്കാൻ, സ്ട്രാറ്റിഫൈ ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. അവരുടെ തീവ്രത അനുസരിച്ച് സ്ട്രാറ്റിഫൈ ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ EHR ഹൈ റിസ്ക് പേഷ്യൻസിനെ ഹോസ്പിറ്റലൈസ് ചെയ്യേണ്ട സാഹചര്യങ്ങളിൽ നിന്നും ഒഴിവാക്കാനായിട്ടും സഹായിക്കുന്നുണ്ട്. നമുക്കറിയാം അവരുടെ ആ മെഡിക്കൽ റെക്കോർഡുകൾ നമുക്ക് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാൻ പറ്റും ഏതൊക്കെ ട്രീറ്റ്മെന്റുകൾ കൊടുക്കണം, ഏതിലൂടെയൊക്കെയാണ് നമ്മൾ ഏതൊക്കെ ടെസ്റ്റുകൾ നടത്തണം, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും EHR-ൽ അവൈലബിൾ ആയിരിക്കും. അങ്ങനെ ആ EHR നോക്കിയിട്ട് ട്രീറ്റ്മെന്റ് നടത്തുമ്പോൾ എന്താണ് രോഗികള് ഇപ്പോ ലോ കണ്ടീഷനിൽ കൊണ്ടുവന്ന രോഗികളെ ബെറ്റർ ആയിട്ട് നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞു വിടാനായിട്ട് സാധിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ എന്താണ് വീണ്ടും വീണ്ടും ഹോസ്പിറ്റലൈസേഷൻ ചെയ്യേണ്ട ഒരു ഇത് വരുന്നില്ല. മനസ്സിലായോ? ഹോസ്പിറ്റലൈസ്ഡ് ആക്കാനായിട്ടുള്ള സാഹചര്യങ്ങള് അവിടെ വരാതെ നല്ല രീതിയിൽ ഇംപ്രൂവ് ചെയ്തിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞയക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. അപ്പൊ അത്തരം കാര്യങ്ങളാണ് ആ ഇമ്പോർട്ടൻസിൽ പറഞ്ഞത്. എന്തൊക്കെയാണ് EHR-ന്റെ ഇമ്പോർട്ടൻസ് ആയിട്ട് വരുന്നത്? EHR വഴി പേഷ്യൻസ് കെയറിനെ ഇംപ്രൂവ് ആക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. ഒരു രോഗിയുടെ പരിചരണവുമായിട്ട് ബന്ധപ്പെട്ട് ആ മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് വിലയേറിയ ഡാറ്റാസ് നമുക്ക് ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. രോഗിയുടെ എല്ലാ വിവരങ്ങളും കമ്പൈൻ ചെയ്തുകൊണ്ട് പുതിയ പുതിയ ട്രീറ്റ്മെന്റുകൾ ഡെവലപ്പ് ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഡോക്ടേഴ്സിന് ഗുരുതരമായിട്ടുള്ള റിസ്കുകളുള്ള രോഗികളെ ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് അവരുടെ സിവിയറിറ്റി, തീവ്രതയ്ക്ക് അനുസരിച്ച് കൊണ്ട് അവരെ സ്ട്രാറ്റിഫൈ ചെയ്ത് സ്ട്രാറ്റിഫൈ ചെയ്യാനും നല്ല രീതിയിൽ ട്രീറ്റ്മെന്റുകൾ കൊടുക്കാനായിട്ടും സഹായിക്കുന്നുണ്ട്. അതുപോലെ ഹൈ റിസ്കുകളുള്ള പേഷ്യൻസിനെ ഹോസ്പിറ്റലൈസ് ചെയ്യേണ്ട സാഹചര്യങ്ങളിൽ നിന്നും ഒഴിവാക്കാനായിട്ടും EHR സഹായിക്കുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളാണ് ഇമ്പോർട്ടൻസിൽ വരുന്നത്. ക്ലിയർ ആണോ? ഒന്ന് വായിച്ചു നോക്കിയ 2 പാരഗ്രാഫ് ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. നെക്സ്റ്റ് കൂടി ഒന്ന് നോക്കാം കേട്ടോ. ഇത്ര വരെ ക്ലിയർ അല്ലേ? 2 പാരഗ്രാഫ്. നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കിയേ. നെക്സ്റ്റ് പാരഗ്രാഫിൽ പറയുന്നത് EHR-ന്റെ ഫീച്ചർ ആണ് കേട്ടോ. ഓക്കെ, ഫീച്ചേഴ്സ് ആണ് പറയുന്നത്. EHR system are outlined to record and store data correctly and then capture the state of the patient over time. It removes the need to track down patients' previous paper medical records and helps in ensuring data is up to date, accurate and readable. നമുക്കറിയാം എന്താണ് EHR എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പേഷ്യന്റിന്റെ ഡാറ്റകൾ അപ് ടു ഡേറ്റ് ആയിട്ട് കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. മനസ്സിലായോ? അപ് ടു ഡേറ്റ് ആയിട്ട് വെക്കാനായിട്ടും എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്യുന്നതും എങ്ങനെയാണ്? EHR വഴിയാണ്. അതുപോലെ തന്നെ EHR-ന്റെയും പേപ്പർ റെക്കോർഡ്സ്, പേപ്പർ മെഡിക്കൽ റെക്കോർഡ്സിന്റെയും ഒരു കമ്പാരിസൺ ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്കറിയാം EHR എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക്കലി ഡാറ്റകൾ നമ്മൾ ഡിജിറ്റൈസ് ചെയ്യുന്നത് അല്ലെ, റെക്കോർഡ് ചെയ്യുന്നത്. പേപ്പർ റെക്കോർഡ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? നമ്മൾ പേപ്പറിൽ എഴുതി സൂക്ഷിച്ചു വെക്കുന്നത് അല്ലെ. പണ്ട് കാലങ്ങളിലൊക്കെ എങ്ങനെയായിരുന്നു? പേപ്പറിലൊക്കെ എഴുതിയാണ് സൂക്ഷിച്ചു വെക്കുന്നത് അല്ലെ. അപ്പൊ കുറച്ചുകൂടി EHR ആണോ അല്ലെങ്കിൽ പേപ്പർ റെക്കോർഡ്സ് ആണോ ഇഫക്റ്റീവ് ആയിട്ട് പറയുന്നത്? എന്തായിരിക്കും നിങ്ങളുടെ അഭിപ്രായം? പേപ്പർ റെക്കോർഡ് ആണോ അല്ലെങ്കിൽ EHR ആണ്? കാരണം എന്താണ്? ഈ പേപ്പേഴ്സ് ഒക്കെ നമ്മുടെ കയ്യിൽ നിന്ന് മിസ് ആവാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഈ പേപ്പേഴ്സ് നമുക്ക് ഇപ്പോ ഫോട്ടോസ്റ്റാറ്റ് ഒക്കെ എടുത്ത് വെക്കേണ്ട ആവശ്യമായിട്ട് വരുന്നുണ്ട് അല്ലെ. EHR ആണെങ്കിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇൻഫർമേഷൻസ് കിട്ടും. അതുപോലെ തന്നെ പേപ്പർ റെക്കോർഡിൽ നമ്മൾ എഴുതുമ്പോൾ അപ്പോൾ എന്തെങ്കിലും ഡാറ്റകൾ ഇപ്പോ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിങ്ങനെ തിരഞ്ഞെടുക്കാനായിട്ട് ബുദ്ധിമുട്ടാണ് അല്ലെ, കുറേ റെക്കോർഡ്സുകളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ. ഓക്കെ,
അപ്പൊ അതിന്റെ കമ്പാരിസൺ ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. പേപ്പർ റെക്കോർഡ്സിൽ വിവരങ്ങൾ എടുക്കാൻ നമ്മൾ പറഞ്ഞു ബുദ്ധിമുട്ടാണ്. EHR ആണ് വളരെ എളുപ്പമായിട്ട് പറയുന്നത് അല്ലെ. സോ പേപ്പർ റെക്കോർഡ് എന്താണ്, റീപ്ലേസ് ചെയ്തുകൊണ്ട് വന്നതാണ്. പേപ്പർ റെക്കോർഡ്സിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് വന്നതാണ് എന്ത്, EHR എന്ന് പറയുന്നത്. അപ്പൊ ഡോക്ടേഴ്സിനായാലും പേഷ്യൻസിന്റെ ആയാലും ഒരു ഇൻഫർമേഷൻസ് നമുക്ക് കോൺഫിഡൻഷ്യൽ ആയിട്ട് വെക്കാനായിട്ട് EHR സഹായിക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം എത്ര വരെ വായിച്ചത്. ഓക്കെ, ഇറ്റ് also allows open communication between the patient and the provider while providing privacy and security. It can lessen the risk of data replication. Replication എന്ന് പറഞ്ഞാൽ duplication. Since there is only one modifiable file, which means the file is more likely up to date and reduce the risk a lot of paper work and it cost efficient because of the digital information being searchable and in a single file. EHR are more effective when taking out medical data for the examination of a possible trends and long-term change in the patient population-based studies of medical records may also be made easier by the widespread updation of the EHR and EMRs. ഇവിടെ പറയുന്നത് ശരിക്കും ഷോർട്ട് ആക്കി മിസ് പറഞ്ഞു തരാം. നമ്മൾ പറഞ്ഞു ഒരു പേഷ്യൻസിന്റെ എന്താണ് എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്യാനായിട്ട് കൃത്യമായിട്ട് സൂക്ഷിച്ചു വെക്കാനായിട്ട് EHR സഹായിക്കുന്നുണ്ട്. EHR പേപ്പർ റെക്കോർഡ്സുമായിട്ടുള്ള കമ്പാരിസൺ നമ്മൾ പറഞ്ഞു. പേപ്പർ റെക്കോർഡ്സ് ആണെങ്കിൽ ഡാറ്റകൾ ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് എന്താണ് കീപ്പ് ചെയ്ത് വെക്കാനായിട്ട്, മിസ്സായി പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ പേപ്പർ റെക്കോർഡ്സ് ആണെങ്കിൽ നമ്മൾ പേപ്പർ എഴുതിയാണ് സൂക്ഷിക്കുന്നത് അല്ലെ, എറേഴ്സ് വരാനായിട്ട് ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ എന്താണ് കോസ്റ്റ് ആവാനായിട്ട് ചാൻസ് ഉണ്ട് അല്ലെ. ഇപ്പോ ചില ഡോക്യുമെന്റ് ഒക്കെ നമുക്ക് പേപ്പർ റെക്കോർഡ് ആണെങ്കിൽ ഈ എന്താ ഫോട്ടോസ്റ്റാറ്റ് ഒക്കെ എടുത്ത് വെക്കേണ്ട ആവശ്യം വരും. ഈ EHR ആണെങ്കിൽ എന്താണ് ഒറ്റ ഫയലില് സിംഗിൾ ഫയലിലാണ് നമ്മൾ സൂക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിട്രീവ് ചെയ്ത് ഇൻഫർമേഷൻസ് എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ EHR എന്ന് പറഞ്ഞാൽ കോസ്റ്റ് ഇഫക്റ്റീവ് ആണ് ഇനി അതുപോലെ തന്നെ ടൈം കൺസ്യൂമിങ് ആണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ കേട്ടോ. അങ്ങനെയുള്ള ബെനിഫിറ്റുകൾ EHR-നുണ്ട്. അതുപോലെ തന്നെ EHR സംവിധാനങ്ങള് റിസർച്ച് നടത്താനായിട്ടും വലിയ പോപ്പുലേഷനെ സംബന്ധിക്കുന്ന വിവരങ്ങൾ സ്റ്റഡി ചെയ്യാനായിട്ടും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആയോ? ഇത്തരം കാര്യങ്ങളാണ് EHR-ന്റെ ഫീച്ചേഴ്സ് ആയിട്ട് വരുന്നത്. ഓക്കെ ആണോ? ഓക്കെ, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി. EHR ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ബുദ്ധിമുട്ടുണ്ടോ നിങ്ങൾക്ക് പഠിക്കാനായിട്ട്? കാണുമ്പോൾ ഒത്തിരി ബുദ്ധിമുട്ടുണ്ടെങ്കിലും അതിന്റെ കൺസെപ്റ്റ് ഒന്ന് മനസ്സിലാക്കി എടുത്തു കഴിഞ്ഞാല് ഓക്കെ ആയിരിക്കും. ക്ലിയർ ആണോ? 3 പാരഗ്രാഫും ഒന്ന് വായിച്ചു നോക്കി. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഓക്കെ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ?
ഓക്കെ ഓക്കെ. എക്സാമിന് മിസ് കുഴപ്പമില്ല, മോക്ക് ടെസ്റ്റ് നിങ്ങൾ അറ്റൻഡ് ചെയ്താൽ മതി കേട്ടോ. പിന്നെ ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ ലെക്ചർ നോട്ടായിട്ട് മിസ് പറയുമ്പോൾ ഒന്ന് എഴുതി വെച്ചാൽ മതി. അപ്പൊ ഇത്തിരി ബുദ്ധിമുട്ടുള്ള ഭാഗങ്ങളാണ്, അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത്. ഓക്കെ അല്ലേ? 3 പാരഗ്രാഫ് ഒക്കെ അല്ലേ? ഇമ്പോർട്ടൻസ്, ഫീച്ചേഴ്സ്, പിന്നെ EHR പറ്റിയിട്ട് നമ്മൾ ഫസ്റ്റ് ഒരു കാര്യങ്ങൾ പറഞ്ഞില്ല, കുറച്ച് കാര്യങ്ങൾ അത്രയേ ഉള്ളൂ. അതിനകത്ത് എന്റെ കൺസെപ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ എളുപ്പമാണ്. ഇവിടെ കാണുമ്പോൾ പേടിയാവും, കുറെ പാരഗ്രാഫ് ഇങ്ങനെ കൊടുത്തിരിക്കുന്നതുകൊണ്ട് വളരെ ബുദ്ധിമുട്ടായിട്ട് തോന്നും. ഓക്കെ, ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം നമുക്ക്. ക്ലിയർ അല്ലേ? ഇല്ല, ഡൗട്ട് ഇല്ലാന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, താങ്ക് യു.